ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ ഹൈയിൽ നിന്നും ഏകദേശം 46% താഴോട്ടേക്ക് വന്ന ന്യൂ ഏജ് ടെക് സ്റ്റോക്ക് ആയിട്ടുള്ള സ്വിഗ്ഗിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പോൾ 2024 നവംബറിൽ ഇതിൻ്റെ IPO വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് വലിയ ആവശ്യത്തിലായിരുന്നു. 371-390 എന്നുള്ള ഒരു IPO വിലയിലായിരുന്നു ഇത് വന്നത്. ഇപ്പോൾ സൊമാറ്റോയുടെ IPO ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓളം അതേപോലെയുള്ള എക്സ്പെക്റ്റേഷൻ ആയിരുന്നു സ്വിഗ്ഗിയിലെ ആളുകൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2024 നവംബർ 13 ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 420 എന്ന വിലയിലാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് അവിടെ 7% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ അന്നുണ്ടായി. ആ ലിസ്റ്റിങ്ങിന് ശേഷം സ്റ്റോക്ക് പിന്നീട് 450-480 വരെ ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഈ സ്റ്റോക്കിൽ ഒരു തിരിച്ചിറക്കമാണ്. പിന്നീട് ഒരിക്കലും ആ ഒരു IPO പ്രൈസിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാനാവാതെ ഇപ്പോൾ അത് നിൽക്കുന്നത് 250 എന്നുള്ള നിലവാരത്തിലേക്കാണ്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ കാണുന്നത് 253-265 ഈ ഒരു റേഞ്ചിനിടയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വിഗ്ഗി മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ഉയരാതിരുന്നത്? അത് പരിശോധിക്കുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ ഒരു ബിസിനസ് മോഡൽ ഒന്ന് പരിചയപ്പെടാം. സ്വിഗ്ഗിയുടെ ബിസിനസ് മോഡൽ കേവലം ഒരു ഫുഡ് ഡെലിവറി ആപ്പ് എന്നതിലുപരി ഹൈപ്പർ ലോക്കൽ മാർക്കറ്റ് പ്ലേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. കാരണം ഈ സ്വിഗ്ഗിയുടെ വരുമാനം ഫുഡ് ഡെലിവറിയുള്ള മാത്രമല്ല 3 പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് പ്രധാനമായിട്ട് ഫുഡ് ഡെലിവറി തന്നെയാണ്. ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതുവഴി റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ, ഡെലിവറി ചാർജ് എന്നിവയൊക്കെയാണ് ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം. മറ്റൊന്ന് ക്വിക്ക് കൊമേഴ്സാണ്. ഇൻസ്റ്റാമാർട്ട് എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ക്വിക്ക് കൊമേഴ്സിൽ അതിൻ്റെ ഒരു ഡെലിവറി 10-15 മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ഗ്രോസറി ഐറ്റംസും മറ്റ് ആവശ്യ വസ്തുക്കളും വീടുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു സർവീസാണിത്. അപ്പോൾ സ്വിഗ്ഗിയുടെ വളർച്ചയിൽ ഇൻസ്റ്റാമാർട്ടിനും വലിയൊരു പങ്കുണ്ട്. മറ്റൊന്നാണ് ഡൈനിങ് ഔട്ട് ആൻഡ് ഇവൻറ്റ്സ്. സ്വിഗ്ഗി ഡൈൻ ഔട്ട് വഴി ഹോട്ടൽ റിസർവേഷനുകളും അതിൻ്റെ പേയ്മെൻറ്റുകളും കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണിത്. ഇതുകൂടാതെ സ്വിഗ്ഗി ഡെലിവറി ചാർജ് ഒഴിവാക്കാനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായിട്ട് കസ്റ്റമേഴ്സ് സ്വിഗ്ഗിയെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് ലോങ് ടേം ആണ്. അപ്പോൾ ആ ഒരു ഇൻകം സോഴ്സും ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ്. മറ്റൊന്ന് ഹോട്ടലുകൾക്കും ബ്രാൻഡുകൾക്കും ഇവരുടെ ആപ്പിൽ പരസ്യം നൽകാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നത് വഴി മറ്റൊരു റവന്യൂ സ്ട്രീമും ഇവർ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സ്വിഗ്ഗിയുടെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ സൊമാറ്റോ, സെപ്റ്റോ തുടങ്ങിയ വമ്പന്മാരുമായിട്ട് മത്സരിക്കുമ്പോഴും സ്വിഗ്ഗിയെ വേറിട്ട് നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന് അതിൻ്റെ ലോജിസ്റ്റിക് നെറ്റ്വർക്കും അതിൻ്റെ എഫിഷ്യൻസിയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെലിവറി നെറ്റ്വർക്കിൽ ഒന്ന് സ്വിഗ്ഗിക്കുണ്ട്. അപ്പോൾ ഡെലിവറി പാർട്ട്ണർമാരെ കൃത്യമായി നിയന്ത്രിക്കാനും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സർവീസ് നൽകാനുമുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട്. അതുപോലെ സ്വിഗ്ഗി വൺ ഇക്കോസിസ്റ്റം അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രോങ് പോയിൻ്റാണ്. കാരണം ഇതൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ്. അവിടെ ഭക്ഷണമായാലും ഇൻസ്റ്റാമാർട്ട് വഴിയുള്ള ക്വിക്ക് കൊമേഴ്സ് ആയാലും അതുപോലെ ജീനി പോലെയുള്ള പ്ലാറ്റ്ഫോം ആയാലും ഇവയിലൊക്കെ ഒറ്റൊരു മെമ്പർഷിപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത് വഴി കംപ്ലീറ്റ് കസ്റ്റമേഴ്സിനെ ഇവരോട് ആ ഒരു പിടിച്ചു നിർത്താൻ എനിക്ക് സാധിക്കുന്നു. ആ ഒരു കസ്റ്റമർ റീറ്റെൻഷൻ ഈ ഒരു വൺ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വഴി ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ ക്വിക്ക് കൊമേഴ്സ് ബിസിനസ്സിൽ ഇൻസ്റ്റാമാർട്ടാണ് ഏറ്റവും ആദ്യം മാർക്കറ്റിലേക്ക് വന്ന കമ്പനി. ഇൻസ്റ്റാമാർട്ട് വഴി ക്വിക്ക് കൊമേഴ്സ് വിപണിയിൽ നേരത്തെ പ്രവേശിച്ചതുകൊണ്ട് ഇവർക്ക് വലിയൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം യൂസർ ബിഹേവിയർ ഈ രീതിയിലേക്ക് മാറ്റാൻ സ്വിഗ്ഗിക്ക് ആ സമയത്ത് സാധിച്ചിരുന്നു. അതിൻ്റെ ആ ഒരു ആവേശത്തിലാണ് ഇപ്പോഴും ഇൻസ്റ്റാമാർട്ട് മുന്നോട്ട് പോകുന്നത്. ഇതുകൂടാതെ കസ്റ്റമേഴ്സ് എന്ത് ഓർഡർ ചെയ്യുന്നു, ഏത് സമയത്ത് ഓർഡർ ചെയ്യുന്നു തുടങ്ങിയ ആ ഒരു വിവരങ്ങൾ ഡാറ്റ അനലിറ്റിക് വഴി ഒരു അൽഗോരിതം സൃഷ്ടിച്ചുകൊണ്ട് ഓരോ വ്യക്തിക്കും അനുയോജ്യമായിട്ടുള്ള ഡീലുകളും നൽകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ ഓർഡർ വോളിയം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂ ഏജ് ടെക്നോളജി മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ഫുഡ് ഡെലിവറി ക്വിക്ക് കൊമേഴ്സ് മേഖലയിൽ അവരുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ സ്വിഗ്ഗിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടർമാർ ആരാണെന്നും ആരാണ് ഇത് നിയന്ത്രിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വിഗ്ഗി സ്ഥാപിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 3 ആളുകൾ ചേർന്നിട്ടാണ്. ഒന്ന് ശ്രീഹർഷ മെജറ്റിയാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ CEO. അപ്പോൾ ഇദ്ദേഹവും നന്ദൻ റെഡ്ഡി, ഇവർ രണ്ടുപേരും ബിറ്റ്സ് പിലാനിയിലെ ഗ്രാജുവേറ്റ്സ് ആണ്. ഇവർ ചേർന്നുകൊണ്ട് ബണ്ടിൽ ടെക്നോളജീസ് എന്ന പേരിൽ കൊറിയറുകൾ കൈമാറാൻ സഹായിക്കുന്ന ഒരു ലോജിസ്റ്റിക് കമ്പനിയാണ് ആദ്യം തുടങ്ങിയത്. എന്നാൽ അത് വിജയിച്ചില്ല. കാരണം ഇ കൊമേഴ്സ് സൈറ്റുകൾക്കായിട്ട് ഷിപ്പിംഗ് സേവനം നൽകുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഫ്ലിപ്കാർട്ടും ആമസോണും സ്വന്തമായിട്ട് ലോജിസ്റ്റിക് തുടങ്ങിയതോടെ ഈ ബണ്ടിൽ ടെക്നോളജി ഇവർക്ക് പൂട്ടേണ്ടി വന്നു. 2014 ഇവർ ബണ്ടിൽ ടെക്നോളജി പൂട്ടിയ ശേഷം ഹൈപ്പർ ലോക്കൽ ഡെലിവറിയിലെ സാധ്യത തിരിച്ചറിഞ്ഞ് ഇവർ രാഹുൽ ജെയ്മിനിയെ ഇവരുടെ കൂടെ കൂട്ടി. അപ്പോൾ ഈ രാഹുൽ ജെയ്മിനി എന്ന് പറയുന്നത് IIT ഖരഗ്പൂരിലെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് മൈന്ത്രയിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഇദ്ദേഹം പിന്നീട് സ്വിഗ്ഗിയുടെ ആ ഒരു ടെക്നോളജിക്കൽ സൈഡ് കെട്ടിപ്പടുത്തതിൽ ഇവരെ സഹായിച്ചു. അത് ഈ കമ്പനിയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹം പിന്നീട് കമ്പനി വിടുകയുണ്ടായി. 2014 ഓഗസ്റ്റിൽ ബാംഗ്ലൂരിലെ
കോറമംഗലയിൽ വെറും 6 ഡെലിവറി ബോയ്സിനെ വെച്ച് ആരംഭിച്ച സ്വിഗ്ഗി പിന്നീട് 2015-2018 വളരെ വേഗത്തിൽ വളരുകയായിരുന്നു. ഡെലിവറിയും തത്സമയ ലൈവ് ട്രാക്കിങ്ങും വഴി കസ്റ്റമേഴ്സിനിടയിൽ സ്വിഗ്ഗി ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു കാലയളവിൽ അവർ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കും ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. 2020 കോവിഡ് കാലം സ്വിഗ്ഗിയുടെ ബിസിനസ് മോഡലിൽ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഉണ്ടാക്കിയത്. കാരണം ഈ ഗ്രോസറി സാധനങ്ങൾ 15 മിനിറ്റിനുള്ളിൽ വീടുകളിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ഇൻസ്റ്റാമാർട്ടിൻ്റെ കൺസെപ്റ്റ് ഇവർ മുന്നോട്ട് വെച്ചു. ഇത് കൂടാതെ റെസ്റ്റോറൻറ്റ് റിസർവേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഡൈൻ ഔട്ട് ഏറ്റെടുത്ത് ബിസിനസ് കുറച്ചുകൂടി ഡൈവേഴ്സിഫൈയും ചെയ്തു. ഇത് കൂടാതെ 1 രൂപയുടെ ഓർഡർ ആണെങ്കിൽ പോലും ഡെലിവറി ചെയ്യും എന്നുള്ള ഒരു പോളിസി സ്വീകരിച്ചതുകൊണ്ട് സാധാരണക്കാർക്കിടയിൽ സ്വിഗ്ഗി കൂടുതൽ ജനപ്രിയമായ ഒരു പ്ലാറ്റ്ഫോമായി മാറി. അപ്പോൾ അങ്ങനെയാണ് 2024 ഇവർ IPO ആയിട്ട് വരുന്നത്. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ സൊമാറ്റോയ്ക്ക് ശേഷം ലിസ്റ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു ഫുഡ് ഡെലിവറി കമ്പനിയായിട്ട് ഇവർ മാറി. അപ്പോൾ നിലവിൽ 253-260 ആ ഒരു റേഞ്ചിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോഴും കമ്പനിയുടെ ആ ഒരു ലോങ് ടേം ബിസിനസ് വളർച്ചയിലാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഡൈവേഴ്സിഫിക്കേഷനും അതുപോലെ അവരുടെ ബിസിനസ്സിൻ്റെ ആ ഒരു പുരോഗതിയും, അപ്പോൾ അതിൽ അവർക്ക് ഈ സ്വിഗ്ഗിയുടെ വളർച്ചാ സാധ്യത ഇൻവെസ്റ്റേഴ്സിന് ബോധ്യപ്പെടുകയും അപ്പോൾ നിലവിൽ നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഭാവിയിൽ അത് ലാഭത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് IPOയിൽ വമ്പിച്ച ഒരു ആവേശം ഈ സ്റ്റോക്കിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ സാധാരണ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിസ്റ്റിംഗ് സമയത്ത് സ്വിഗ്ഗി ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയായിട്ടാണ് സെബിയിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു നിശ്ചിത വ്യക്തിക്കോ കുടുംബത്തിനോ ഈ കമ്പനിയുടെ നിയന്ത്രണ അധികാരമുള്ള ഓഹരികൾ ഏകദേശം 20% കൂടുതൽ ഓഹരികളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇത് സ്ഥാപിച്ചത് ശ്രീഹർഷ മെജറ്റിയും നന്ദൻ റെഡ്ഡി തുടങ്ങിയവരൊക്കെ ആയിരുന്നെങ്കിലും അവർക്ക് 4% മുതൽ 6% വരെ മാത്രമേ ഈ സ്റ്റോക്കിൽ അവരുടെ ഹോൾഡിംഗ് ഉള്ളൂ. ബിസിനസ് വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ കൂടുതലായിട്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെയാണ് ആശ്രയിച്ചത്. അത്തരത്തിൽ ഇപ്പോൾ പ്രോസസ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് 30%, സോഫ്റ്റ് ബാങ്കിനും എക്സൽ, എലവേഷൻ ക്യാപിറ്റൽ തുടങ്ങിയ കമ്പനികൾക്കുമൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മറ്റ് ഓഹരികളൊക്കെ ഉള്ളത്. അപ്പോൾ തുടക്കത്തിൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്നുള്ള ഫുഡ് ഡെലിവറി മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഇൻസ്റ്റാമാർട്ട്, ഡൈൻ ഔട്ട്, ജീനി തുടങ്ങിയ സേവനങ്ങളിലൂടെ വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് അതിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടാണ് സ്വിഗ്ഗി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അതേ രീതിയിൽ വരുന്നില്ല. അതിൻ്റെ ഒരു കാരണങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 69,000 കോടിയുള്ള മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയായിട്ടാണ് നമുക്ക് സ്വിഗ്ഗി കാണാൻ കഴിയുക. എന്നാൽ സ്റ്റോക്കിൻ്റെ PE ഇവിടെ രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണുകയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് ഇതുവരെ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമുക്കറിയാം PE എന്ന് പറയുന്നത് സ്റ്റോക്ക് പ്രൈസിന് ഏർണിംഗ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് PE റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻ ഇവിടെ അസാധ്യമാണ്. ലാഭം ഉണ്ടാക്കുന്ന കമ്പനിക്ക് PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ 66 എന്ന ലെവലിലാണ്. അതിനേക്കാൾ എത്രയോ മടങ്ങ് ഉയരത്തിലാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉള്ളത്. ഇപ്പോൾ അർത്ഥത്തിൽ സ്റ്റോക്ക് ഹൈ PE തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാഭം ഉണ്ടാക്കുന്നില്ല എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ROCE -ആണ് 24%, അതുപോലെ ROE -ആണ് 29%. എന്നാൽ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ കടബാധ്യതകളില്ല. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഓൾമോസ്റ്റ് 0 ആണ്. സ്റ്റോക്ക് പ്രൈസ് പക്ഷേ ഇപ്പോൾ 46% അതിൻ്റെ ഹൈയിൽ നിന്ന് താഴേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഈ സ്റ്റോക്കിൽ നല്ല തോതിലുള്ള ലിക്വിഡിറ്റി ഉണ്ട്. ആവറേജ് വോളിയം 1,40,000 മുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ട്രേഡേഴ്സിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്കിത് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നഷ്ടം വരുത്തുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഈ കമ്പനിയുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെയിൽസ് ഫിഗർ നമ്മൾ 2020 മുതൽ 2026 വരെയുള്ള ഇതിൻ്റെ സെയിൽസ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 3,000 കോടിയിൽ നിന്ന് 23,000 കോടിയായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലുള്ള ഇവരുടെ സെയിൽസ് റവന്യൂ. അപ്പോൾ വമ്പിച്ച വളർച്ച റവന്യൂവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതായത് ടോപ്പ് ലൈൻ ഗ്രോത്ത് ഏകദേശം 55% CAGR വളരുന്നത്. അതൊരു വമ്പിച്ച അസാധ്യമായ വളർച്ചയാണ്. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ലോസാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ 6 വർഷത്തെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഈ 6 വർഷവും അതിൻ്റെ ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 1,000 കോടി മുതൽ 4,000 കോടി വരെയുള്ള ലോസാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഏറ്റവും കൂടി ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 4,154 കോടിയുടെ ലോസാണ്. അപ്പോൾ ബോട്ടം ലൈന് ഒരിക്കലും ഇംപ്രസീവ് അല്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ എക്സ്പെൻസ് അത് കഴിഞ്ഞ 6 വർഷത്തെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 7,000 കോടിയിൽ നിന്ന് 26,000 കോടി ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. അതായത് വരുമാനം കൂടുന്തോറും എക്സ്പെൻസും കൂടുന്നുണ്ട്. അപ്പോൾ വരുമാനത്തേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നഷ്ടം ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത അതിൻ്റെ ആ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അത് അത്യാവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നഷ്ടത്തിൽ തന്നെയാണെങ്കിലും 100% മൈനസായി നിൽക്കുകയായിരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ് ഇപ്പോൾ 14% എന്ന കുറച്ചുകൂടി കംഫർട്ടബിൾ ലെവൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു 0 ലെവലിലെത്തുമ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന അവസ്ഥയിലേക്ക് എത്തും.
അപ്പോൾ സ്വിഗ്ഗിയുടെ ഒരു ബിസിനസ് കാറ്റഗറികളുടെ ഒരു പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിഗ്ഗിയുടെ വരുമാനത്തിൽ ഫുഡ് ഡെലിവറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്. അതിൽ 1000 കോടിയുടെ ഒരു എബിട്ട നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ലാഭകരമായിട്ട് ഫുഡ് ഡെലിവറി ഇപ്പോൾ പോകുന്നുണ്ട്. എന്നാൽ ഇൻസ്റ്റാമാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വിക്ക് കൊമേഴ്സ് ബിസിനസ്സിൽ 3000 കോടിയുടെ നഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻസ്റ്റാമാർട്ടിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇവർ നല്ല തോതിൽ പണം ചെലവഴിക്കുന്നുണ്ട്. ആ ഒരു എക്സ്പെൻസാണ് ഇവരെ മൊത്തത്തിൽ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ ഇവരുടെ ഡൈൻ ഔട്ട് അവരാദ്യമായിട്ട് ഇപ്പോൾ ലാഭം രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കമ്പനി റവന്യൂ വർദ്ധിക്കുമ്പോഴും എക്സ്പെൻസ് വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പരസ്യവും മാർക്കറ്റിങ്ങുമാണ്. ഇപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 4207 കോടി രൂപയാണ് ഇവർ കഴിഞ്ഞ വർഷം ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലോജിസ്റ്റിക് നെറ്റ്വർക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഏകദേശം 5800 കോടിയോളം അവർ ലാസ്റ്റ് ഇയർ ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ റിസർവ് വളരെ മാസീവായിട്ടുണ്ട്. കാരണം ഈ IPO വഴി സമാഹരിച്ചിട്ടുള്ള 15000 കോടിയിലധികം രൂപ നിലവിൽ ഈ കമ്പനിയുടെ കയ്യിൽ റിസർവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ ഈ കമ്പനിയുടെ ബിസിനസ്സിനെ വളർത്താൻ അത് സഹായിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വശത്ത് വേഗത്തിൽ വളരുന്നുണ്ടെങ്കിലും വളർച്ചയ്ക്കായിട്ട് വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നു. അതിൽ തന്നെ ഏറ്റവും അധികം ഇവർക്ക് നഷ്ടം കൊണ്ടുവരുന്നത് ഇൻസ്റ്റാമാർട്ടാണ്. അവിടെയാണ് ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വലിയ തോതിലുള്ള പണം ചെലവഴിച്ചുകൊണ്ട് മാർക്കറ്റ് പിടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. നമുക്കറിയാം സൊമാറ്റോയും ഇതേപോലെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വന്ന ന്യൂ ഏജ് പ്ലാറ്റ്ഫോം ടെക്നോളജി സ്റ്റോക്കാണ്. സ്വിഗ്ഗിയും ഇതേപോലെ ലാഭത്തിലാകുമോ എന്നാണ് ഇപ്പോൾ മാർക്കറ്റ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സൊമാറ്റോ പ്രധാനമായി 2 കാര്യങ്ങളിലൂടെയാണ് ലാഭത്തിലേക്ക് എത്തിയത്. ഒന്ന്, അവരുടെ ഫുഡ് ഡെലിവറി ബിസിനസ് നേരത്തെ തന്നെ ലാഭം ഉണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ നഷ്ടത്തിൽ പോകുകയായിരുന്ന ബ്ലിങ്കിറ്റിനെ ഏറ്റെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ലാഭകരമായ അവസ്ഥയിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ആ ബ്ലിങ്കിറ്റ് ഓൾറെഡി ഒരു നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സ്പാൻഷന് വേണ്ടി വലിയ തോതിൽ ടൈമോ പണമോ സൊമാറ്റോയ്ക്ക് ചെലവഴിക്കേണ്ടി വന്നില്ല. എന്നാൽ സ്വിഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു. അവർക്ക് ഇൻസ്റ്റാമാർട്ടിനെ സ്വന്തം നിലയിൽ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി. എന്നാൽ സ്വിഗ്ഗിയിൽ ഇപ്പോൾ പുതിയ ഒരു വരുമാനം സോഴ്സ് അവർ വർദ്ധിച്ചു വരുന്നത് അവരുടെ പ്ലാറ്റ്ഫോം ഫീ വർദ്ധിപ്പിച്ചതും അതേപോലെ തന്നെ ആ ഒരു ആപ്പ് വഴി വലിയ തോതിലുള്ള പരസ്യ വരുമാനവും ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് അനലിസ്റ്റുകളുടെ ഒരു വിലയിരുത്തൽ പ്രകാരം 2026-27 സാമ്പത്തിക വർഷം, അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ സ്വിഗ്ഗി ഒരു പ്രോഫിറ്റിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് പ്രവചിക്കുന്നത്. അപ്പോൾ ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ സൊമാറ്റോവുമായിട്ടാണ്. എന്നാൽ സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും ഓപ്പറേഷൻ സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ടൈപ്പ് കസ്റ്റമേഴ്സിനെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരൊറ്റ സബ്സ്ക്രിപ്ഷനിൽ ഭക്ഷണം, പലചരക്ക് സാധനങ്ങൾ, കൊറിയർ എന്നിവ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വിഗ്ഗിയാണ് മികച്ചത്. കൂടുതൽ റെസ്റ്റോറൻറ്റ് റിവ്യൂകൾ ശ്രദ്ധിക്കുകയും പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണെങ്കിൽ സൊമാറ്റോ ആയിരിക്കും ബെറ്റർ. ഇപ്പോൾ നിലവിൽ നമ്മൾ പ്ലേ സ്റ്റോറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 2ൻ്റെയും റേറ്റിംഗ് 4.4 മുതൽ 4.6 വരെ. അപ്പോൾ ഈ 2 പേരും ശക്തമായ കടുത്ത മത്സരത്തിലാണുള്ളത്. പക്ഷേ 2 ടൈപ്പ് കസ്റ്റമർ ബിഹേവിയറാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. സ്വിഗ്ഗിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലാണ് അത് കടന്നു പോകുന്നത്. അതായത് ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെയാണ് പോകുന്നത്. കാരണം 200 ഡേ, 100 ഡേ, 50 ഡേ മൂവിങ് ആവറേജിനൊക്കെ താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് കാണുന്ന 245-250 ലെവലാണ്. ആ ലെവലിൻ്റെ അടുത്താണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. ഈ ഒരു ലെവലിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ സ്റ്റോക്ക് സേഫാണ്. എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 220 വരെ ഒരു പക്ഷേ സ്റ്റോക്ക് താഴോട്ടേക്ക് പോയേക്കാം. മുകളിലോട്ടേക്ക് പോകുകയാണെങ്കിൽ 280-290 ലെവലാണ് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് 330 എന്ന ലെവലാണ്. ഇപ്പോൾ നിലവിൽ RSI സൂചിപ്പിക്കുന്നത് 35-40 എന്ന ലെവലിലാണ്. അപ്പോൾ ഓവർസോൾഡ് മേഖലയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ വിൽക്കേണ്ടവരൊക്കെ ഓൾറെഡി വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു കയറ്റാനുള്ള ഒരു ചാൻസാണ് അവിടെ ഉള്ളത്. എന്നാൽ 280 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു ഫ്രഷ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലവാരത്തിൽ വാങ്ങി തുടങ്ങാവുന്നതാണ്. അതുപോലെ IPOയുടെ ഉയർന്ന വിലയിൽ വാങ്ങിച്ചവരാണെങ്കിൽ ഇപ്പോൾ ആവറേജ് ചെയ്യാനുള്ള ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതിൽ ഇതിൽ യാതൊരു സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ 235 ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ സ്വിഗ്ഗിയുടെ ചാർട്ട് ഇപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ്. ഇപ്പോൾ മാർക്കറ്റിൽ മൊത്തത്തിലുള്ള ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടാവുകയോ കമ്പനി നെക്സ്റ്റ് ക്വാർട്ടറുകളിൽ മികച്ച ഫലങ്ങൾ പുറത്തുവിടുകയോ ചെയ്താൽ ഈ സ്റ്റോക്ക് ഒരു 300 ക്രോസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.